ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനേക വർഷങ്ങൾക്ക് മുമ്പ് എഡിബൻപാറ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായ സ്റ്റുവേർട്ട് ബാക്കി തന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. പതിവിന് വിരുദ്ധമായി അന്ന് അദ്ദേഹം സ്വീകരിച്ചത് എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പാഠഭാഗത്തിലെ ഒരു ഭാഗം പരസ്യമായി വായിച്ചു കേൾപ്പിക്കണം. ഒരാൾ വായിക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കണം. അതിനുശേഷം അദ്ദേഹം ആ പാഠഭാഗം അവർക്ക് വിവരിച്ചു കൊടുക്കും. ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്ന് വായിച്ചു വരുന്നത് കൂട്ടത്തിൽ ഒരു യുവാവ് വായിക്കുന്നതിനായി എഴുന്നേറ്റപ്പോൾ മറ്റെല്ലാവരും ചെയ്തതിന് വിപരീതമായി പുസ്തകം അവന്റെ വലതു കൈയിലാണ് പിടിച്ചിരുന്നത്. പുസ്തകം നിന്റെ ഇടത് കൈയിൽ പിടിക്കൂ എന്ന് ഇടിവെട്ടുന്നത് പോലുള്ള ശബ്ദത്തിൽ പ്രൊഫസർ അദ്ദേഹത്തോട് ആക്രോശിച്ചു. ഈ ശകാരം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ഇടതുകരം ഉയർത്തി കാണിച്ചു. അവന് ഇടത് കൈപ്പത്തി ഉണ്ടായിരുന്നില്ല. ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അല്പസമയം അസ്വസ്ഥരായി മാറി. ഒരു നിമിഷ നേരത്തേക്ക് പ്രൊഫസർ നിശ്ചലനായി നിന്നു. അതിനുശേഷം അദ്ദേഹം ആ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് നടന്നു. തൻ്റെ കരം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുകിക്കൊണ്ട് അവനോടായി പറഞ്ഞു, എനിക്ക് ഇതറിഞ്ഞുകൂടായിരുന്നു. നീ ദയവായി എന്നോട് ക്ഷമിക്കുമോ? അദ്ദേഹത്തിൻ്റെ ആ വിനീതമായ ക്ഷമാപണം ആ ചെറുപ്പക്കാരൻ്റെ മേൽ വലിയ സ്വാധീനമാണ് ചെലുത്തുവാൻ ഇടയായി തീർന്നത്. അനേക വർഷങ്ങൾക്ക് ശേഷം വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടത്തിൽ വെച്ച് ഈ സംഭവം ആരോ വിവരിച്ചു. ആ യോഗത്തിന്റെ അവസാനത്തിൽ ഒരു മനുഷ്യൻ മുൻപോട്ട് കടന്നു വന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് കൈപ്പത്തിയില്ലാത്ത തൻ്റെ ഇടതുകരം ഉയർത്തി കാണിച്ചു. ഞാനായിരുന്നു ആ വിദ്യാർത്ഥി, അയാൾ പറഞ്ഞു. അന്ന് പ്രൊഫസർ എന്നോട് ചെയ്ത ആ പ്രവൃത്തി എന്നിൽ വലിയ സ്വാധീനം ഉളവാക്കി എന്നുള്ളത് മാത്രമല്ല, ഒരു പ്രസംഗം കൂടാതെ അദ്ദേഹം എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് ആ വിദ്യാർത്ഥി അവിടെ പരസ്യമായി പറഞ്ഞു. അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് ഈ യോഗത്തിന് വരികയില്ലായിരുന്നു. ഒരു കുറ്റസമ്മതമോ ആത്മാർത്ഥമായ ഒരു കാരുണ്യ പ്രവൃത്തിയോ ഒരു അയൽക്കാരൻ്റെയോ സ്നേഹിതന്റെയോ സഹപ്രവർത്തകന്റെയോ മേൽ ചെലുത്തുന്ന സ്വാധീനം ദൂരവ്യാപകമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രക്ഷകനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യത്തിന് അതിൽ നമുക്ക് വാതിൽ തുറന്നു തരും. ഒരുപക്ഷെ ആലോചനയില്ലാതെ ഉച്ചരിച്ചു പോകുന്ന ഒരു വാക്കോ ദയയില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ മൂലം രക്ഷകനെ അറിയിക്കുവാനുള്ള എത്രയെത്ര വാതിലുകളാണ് ആകെ അടഞ്ഞു പോകുന്നത്. വിനയപൂർവമായ ഒരു ക്ഷമാപണത്തോടുകൂടി ഇന്ന് നാം സംഭവിക്കേണ്ടതായി ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും തെറ്റ് നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടോ? വിനയത്തോടുകൂടെ അത് തിരുത്തുകയും ക്ഷമാപണത്തിന് സമീപിക്കേണ്ടവരോട് ആ വിധത്തിൽ തന്നെ സമീപിക്കുകയും ചെയ്താൽ നാം അവരെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.